ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3mm ട്വിസ്റ്റഡ് കോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 കളർ പാറ്റേണിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കളർ ലൈറ്റ് ബേജ് ആണ്, പിന്നെ അതേപോലെ ഡാർക്ക് ബേജും പിന്നെ ഗോൾഡ് കോഫിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ലൈറ്റ് ബേജ് ഒരു 5 കോഡ്സാണ് ആദ്യം ലാക്ക് സൈഡ് നോട്ടിൽ കെട്ടിയിരിക്കുന്നത്. ഈ എല്ലാ കോഡിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്, അതായത് 3 മീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്ന കോഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഡാർക്ക് ബേജിനെ അതുപോലെ തന്നെ 8 കോഡ്സ് ആയിട്ട് ഇതിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവയുടെ കൗണ്ട് നിങ്ങൾക്ക് കളർ വേരിയേഷൻ എങ്ങനെ വരണം, നിങ്ങളുടെ പാറ്റേണിൽ കളേഴ്സ് ഏത് രീതിയിൽ വരണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ 1 by 1 ആയിട്ട് ഓരോ കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ബേജ് 5 ആണ് എടുത്തിരിക്കുന്നത്, ഡാർക്ക് ബേജ് 8 വേണ്ടത്. ഇത് ഗോൾഡ് കോഫി. ആ ഗോൾഡ് കോഫി നമ്മളൊരു 20 കോഡ്സാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്, മിഡിലാണ് വരിക. കാരണം നമ്മൾ ബാഗിനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ സെൻറ്റർ പോർഷൻ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡാർക്ക് ബേജ് എടുക്കുന്നു, അതും 8 കോഡ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം 5, 8, 20, 8, 5 എന്ന ഓർഡറിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇവ ഓരോന്നും 3 മീറ്റർ ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 6 കോഡ് എടുക്കുക. ഈ 6 കോഡിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് 3.4 മീറ്ററാണ്. ലെഫ്റ്റ് സൈഡിൽ 3യും റൈറ്റ് സൈഡിൽ 3 ആയിട്ട് വീണ്ടും ലാക്ക് സൈഡ് നോട്ടിൽ കെട്ടിക്കൊടുക്കുക. ലൈറ്റ് ബേജ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ലൈറ്റ് ബേജ് ആദ്യം 5 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 8 കോഡ്സ് ഉണ്ടാവും ലൈറ്റ് ബേജിൽ. പക്ഷേ 3 കോഡ് ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ്, ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ 3 കോഡ് റൈറ്റ് സൈഡിൽ എൻഡിലും ഡിഫറെൻ്റ് ആയിരിക്കും, അതായത് 3.4 മീറ്റർ. ഈ ഒരു ബാഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്കൊരു കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ്, അതായത് ബീച്ച് ബാഗ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ ബാഗ് എന്നാണ് പേരെങ്കിലും നമുക്കിതിലൊരു ബുക്കൊക്കെ കൊള്ളാവുന്ന രീതിയിലാണ്. അതിനുശേഷം ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ മാസ്കിംഗ് ടേപ്പിന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോഡ് എടുക്കുക. നമ്മൾ യൂഷ്വലി ബാഗ് ചെയ്യാറുള്ളത് പോലെ തന്നെ സ്ക്വയർ നോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ക്യാമറ ആംഗിൾ ചെറുതായി വെച്ചതിൽ ചെറിയൊരു വിഷയമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ സ്ക്വയർ നോട്ട് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ആംഗിൾ ചേഞ്ച് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇൻ കേസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ട്യൂട്ടോറിയൽ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനതുപോലെ നമ്മൾ യൂഷ്വലി ഒരു സ്ക്വയർ നോട്ടാണ് കെട്ടാറുള്ളത്, പക്ഷേ ഈ ഒരു ബാഗിന് ഞാൻ ഒരു സ്ക്വയർ നോട്ടിൻ്റെ താഴെ ഒരെണ്ണം കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ഇതുപോലെ 2 ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ റോയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലുള്ള കോഡ് എൽ ഷേപ്പിൽ വയ്ക്കുക, റൈറ്റ് സൈഡിൽ അതിൻ്റെ മേലെ വയ്ക്കുക, ജസ്റ്റ് പുള്ള് ചെയ്യുക പുറത്തോട്ടേക്ക്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ള കോഡ് സെയിം സ്റ്റെപ്പ് ചെയ്യുക, ഒരു സ്ക്വയർ നോട്ടായി. ഇതുപോലെ തന്നെ തൊട്ട് താഴെ സെയിം കോഡിൽ തന്നെ ഒരു സ്ക്വയർ നോട്ടും കൂടെ കെട്ടിക്കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിൻ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ലൈറ്റ് ബേജ് തീർന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാർക്ക് ബേജ്, അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ കളറിൻ്റെത് നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഫസ്റ്റ് റോ ഉണ്ടാവുക. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മേലെ വിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അടുത്ത റോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ബാഗ് ചെയ്യുന്ന പോലെ 2 കോഡ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്ക്വയർ നോട്ട് അതിൻ്റെ സെറ്റിൽ നിന്നും 2 കോഡ് എടുക്കുക. നെക്സ്റ്റ് സ്ക്വയർ നോട്ടിൻ്റെ സെറ്റിൽ നിന്ന് 2 കോഡ് എടുക്കുക. അതായത് മിഡിലായിരിക്കും വരിക, ആദ്യത്തെ ചെയ്തതിൻ്റെ മിഡിൽ. ഇപ്പോൾ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ 2 സ്ക്വയർ നോട്ട് 1 by 1 ആയിട്ട് താഴെ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ തെറ്റ് പറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു കോഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സ്ക്വയർ നോട്ടെന്നും അത് കഴിഞ്ഞ് തൊട്ടടുത്ത സ്ക്വയർ നോട്ടെന്നാണ് അടുത്ത സെറ്റ് എടുക്കേണ്ടത്.
എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ആദ്യം ചെയ്തതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് നെക്സ്റ്റ് ബാച്ച് വരുള്ളൂ. അങ്ങനെ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ കോഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സൈസ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കണം. ഈ ഒരു റോ ചെയ്ത് കഴിഞ്ഞു. ഇനി അഗൈൻ വീണ്ടും നമ്മൾ മാറ്റി വെച്ച ത്രെഡുകൾ എടുത്തിട്ട് വീണ്ടും സ്ക്വയർ നോട്ട് കിട്ടുകയാണ്. അപ്പോൾ സൈഡിൽ അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും ഫില്ല് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് ആ റോ കിട്ടണം. ഇതുപോലെ വീണ്ടും കണ്ടിന്യൂസ് ആയി ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ടോട്ടൽ ഇവിടെ 5 റോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തൊട്ട് താഴെയുള്ള റോയിൽ നിന്ന് 6 കോഡുകൾ എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 കോഡ് എടുക്കുക. ഫസ്റ്റിലെയും അതിൽ 6ാമത്തെ കോഡ് എടുത്തിട്ട് വീണ്ടും സ്ക്വയർ നോട്ട് ഇട്ടുക. അപ്പോൾ മിഡിൽ 4 കോഡായിട്ടാണ് ഫില്ലർ കോഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ടാവും. ഇത് നമ്മുടെ ബാഗിൻ്റെ ഹാൻഡിൽ പോർഷനാണ് വരുന്നത്. കയ്യിൽ, അതായത് ബീച്ച് ബാഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് നമ്മൾ 12 സ്ക്വയർ നോട്ട്സാണ് താഴെ കെട്ടി പോവുക. അപ്പോൾ അവിടെയും അതേപോലെ നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കണം. ഇപ്പോൾ 12നേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൂട്ടാം. ഞാൻ ചെയ്യണ സമയത്ത് 12 ചെയ്യണത്. കണ്ടിന്യൂസ് ആയി താഴെ ചെയ്തു പോകണം. ഇവിടെയും ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ടൈറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ബാഗിൻ്റെ ഹാൻഡിലാണ്. ഇതിലാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണം കൂട്ടി ത്രെഡ് എടുത്തത്. പിന്നെ നമുക്ക് കൈയുടെ അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ്. ഇതുപോലെ 12 സ്ക്വയർ നോട്ട്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ തിക്നെസ് മേലുള്ള സ്ക്വയർ നോട്ടുമായിട്ട് വ്യത്യാസം ഉണ്ടാകും, കാരണം മിഡിൽ നമ്മൾ ടോട്ടൽ 4 ഫില്ലർ കോഡ് വെച്ചതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന 4 കോഡുകൾ അഗൈൻ എടുത്തിട്ട് വീണ്ടും സെയിം സ്റ്റെപ്പിന് റിപ്പീറ്റ് ചെയ്യാം. അതായത് 2 ലെയറായിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക, മേലത്തെ സെയിം പാറ്റേൺ. ഇതുപോലെ താഴെ വരെ ചെയ്യണം. അതായത് നമ്മൾ ഈ 12th സ്ക്വയർ നോട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു പോർഷൻ വരെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു റോയിൽ വീണ്ടും ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ 6 കോഡ് ബാക്കി വയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് റൈറ്റ് സൈഡിലും ചെയ്യാം. അതായത് മിഡിൽ 4 ഫില്ലർ കോഡ് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റത്തെ കോഡും ലാസ്റ്റിലെ കോഡും വെച്ചിട്ട് സ്ക്വയർ നോട്ട് 12 കണ്ടിന്യൂസ് ആയി താഴെ വരെ കെട്ടുക. ഇത് ഞാൻ കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ ആംഗിളിൻ്റെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മളത് ചെയ്യണ സമയത്ത്. അപ്പോൾ നോട്ട്സ് ആർക്കെങ്കിലും സ്ക്വയർ നോട്ട് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നമുക്കെപ്പോഴും യൂഷ്വലി ബാഗ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ട്യൂട്ടോറിയലിനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും അങ്ങനെ കെട്ടി. അപ്പോൾ ആ റോ കഴിഞ്ഞ് അടുത്ത റോയിൽ പോകുന്ന സമയത്ത് നമ്മൾ മേലെ ചെയ്ത പോലെ 2 സ്കിപ്പ് ചെയ്തിട്ട് വേണം അടുത്ത റോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ താഴെ എത്തിക്കുക. അപ്പോൾ ടോട്ടൽ ഇവിടെ നമുക്ക് ഇത്രയും റോസാണ് വരുന്നത്. ഈ 12 സ്ക്വയർ നോട്ട്സ് കെട്ടിയ അവിടെ 9 റോസ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 12 സ്ക്വയർ നോട്ട്സ് കെട്ടിയ ആ ഒരു കോഡിൽ നിന്നും അഗെയിൻ 4 ത്രെഡുകൾ എടുക്കുക. വീണ്ടും നമ്മൾ മേലെ ചെയ്ത പോലെ തന്നെ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൽ 2 കോഡുകൾ അവിടെ ബാക്കിയുണ്ടാവും. ആ കോഡ് അവിടെ തന്നെ വയ്ക്കുക കേട്ടോ. മറന്നു പോകാൻ പാടില്ല. ഫസ്റ്റത്തെ 4 ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ അവിടെ ബാക്കിയുള്ള 2 ത്രെഡും തൊട്ടടുത്തതിൽ നിന്നുള്ള 2 ത്രെഡും എടുക്കുക. അഗെയിൻ സെയിം ആയിട്ട് 2 റോയിൽ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സിംഗിൾ സ്ക്വയർ നോട്ട്സും കെട്ടിയാൽ കുഴപ്പമില്ല. ഈ ഒരു പാറ്റേണിൽ ഈ ഡയമണ്ട് ഉള്ളിലുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് സാധാ നമ്മുടെ യൂഷ്വലി ബാഗിന് ചെയ്യുന്ന പോലെ സിംഗിൾ ലെയറായിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ബാക്കി നമ്മൾ മേലെ ചെയ്ത പോലെ തന്നെ അഗെയിൻ ആ റോയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ലാസ്റ്റിലെ സമയത്തും, അതായത് റൈറ്റ് സൈഡ് കോർണറിലും നമ്മൾ ചെയ്യണ സമയത്ത് 6 കോഡിൽ നിന്ന് 4 ഒരെണ്ണം 2 അവിടെ ഇപ്പുറത്തോട്ടേക്ക് എടുക്കാനും മറക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ മേലെ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യുക. അതായത് 5 റോയാണ് നമ്മൾ മേലെ ചെയ്തത്. സെയിം 5 റോയിൽ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞ്
12 സ്ക്വയർ നോട്ട്സാണ് അവിടെ വരുന്നത്. ആ 12 സ്ക്വയർ നോട്ട്സിൻ്റെ അവിടെ 9 റോസാണ് വരുന്നത്. ഇവിടെ 5 റോസും ഉണ്ടാവും. സെയിം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. നോട്ട്സിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. പിന്നെ അറ്റത്തുള്ള കോഡ്സ് കുറച്ച് ബാക്കി ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമുണ്ട്. ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചിടാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുമ്പം എന്തെങ്കിലും ഇൻക്ലിനേഷനൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് സ്ട്രെയിറ്റ് ആക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു എൻ്റെ സ്റ്റാൻഡിലാണ് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് അതിനെ അഴിച്ചെടുക്കണം. അപ്പോൾ ഈ ലാക്ക് സെറ്റിനോട്ട് കെട്ടിയതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് സിസർ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ 1 by 1 ആയിട്ട് എല്ലാ കോഡ്സിനെയും അഴിച്ചെടുക്കുക. അപ്പോൾ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ബാഗിൻ്റെ ഷേപ്പായി നമുക്ക് കിട്ടും. ഇതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ കിടക്കുന്ന കോഡ് 20 കോഡ്സ് എടുത്തത്. കാരണം അതേ സംഭവം തന്നെ റൈറ്റ് സൈഡിലോട്ടേക്ക് വരേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കളർ പാറ്റേൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ ഇഷ്ടത്തിൽ കളേഴ്സ് വേരിയേഷൻസ് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സിംഗിൾ കളറിലൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് തുന്നണം. യൂഷ്വലി നമ്മൾ നീഡിൽ വെച്ച് അല്ലെങ്കിൽ സ്ലൈഡ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കാം. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ സെറ്റ് എടുക്കുക. ഇപ്പോൾ ഞാനിതിൽ അതുപോലെ ഡീ റിങ്സ് കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡീ റിങ്സ് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഫസ്റ്റ് 4 ത്രെഡ് കയ്യിലെടുക്കുക. ഇവിടെ ത്രെഡുകൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം മിഡിൽ 2 കോഡ് ഉണ്ടാവും ഫില്ലർ കോഡായിട്ട്. പിന്നെ 2 എൻഡിലായിട്ട് ഓരോ സിംഗിൾ കോഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ നന്നായി വെച്ചുകൊണ്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇവിടെ ഒരു തവണ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 പ്രാവശ്യം ചെയ്യേണ്ട. ഒരു തവണ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നന്നായി ടൈറ്റ് ചെയ്യണം. കാരണം ഈ ഒരു കെട്ടിലാണ് നമ്മുടെ ബാഗിൻ്റെ സൈഡ് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വെയിറ്റൊക്കെ വരികയാണെങ്കിൽ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചെയ്തതിനെ തൽക്കാലം അങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുക. അടുത്ത 4 ത്രെഡ് എടുക്കുക. എഗെയിൻ മിഡിൽ 2 കോഡ് വയ്ക്കുക. ബാക്കിയുള്ള 2 കോഡുകൾ വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ താഴെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ അത് ലൂസാവും. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ സെറ്റായിട്ട് ഓരോ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതൊരു മെത്തേഡാണ്. ഇതല്ലാതെ വേറെയും മെത്തേഡിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു കോർണേഴ്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വേറെ വീഡിയോ ഞാൻ ഏതെങ്കിലും ഇനി ഒരു തവണ ചെയ്യണ സമയത്ത് ആ ഒരു മെത്തേഡും കൂടെ കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലതായി തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ലൂസായി കഴിഞ്ഞാൽ അറ്റത്തുള്ളത് അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ത്രെഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ താഴെ വരെ ചെയ്യാം. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡും ചെയ്യാം. ഇപ്പോൾ ആ ഒരു സ്ക്വയർ നോട്ട് നമ്മൾ കെട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ ബാഗാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഉള്ളിലോട്ടേക്ക് ഈ ഫ്രിഞ്ചസ് വെച്ചിട്ട് 2 രീതിയിൽ ഉപയോഗിക്കാം. ഫ്രിഞ്ചസ് ഉണ്ടായിട്ടും ഫ്രിഞ്ചസ് ഇല്ലാതെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ ഒരു ഫിനിഷിംഗ് ആണ് കിട്ടുക. നമ്മൾ ആ കെട്ടിയ സ്ക്വയർ നോട്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മളിവിടെ 2 റോലായിട്ട് സ്ക്വയർ നോട്ട് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് കൂടുതൽ കാണുന്നത്. നിങ്ങൾ സിംഗിളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ അത്ര ചെറുതായിട്ടാണ് ഉണ്ടാവുക. ഇനി എഡ്ജസൊക്കെ ട്രിം ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്തിൽ ഫ്രിഞ്ചസ് വേണം നോക്കുക. ഇപ്പം ഉള്ളിലോട്ടേക്ക് റിവേഴ്സിബിളായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രിഞ്ചസ് വളരെ ചെറുതായി കട്ട് ചെയ്യാം. ഇതിൽ ഞാൻ പക്ഷേ പുറകിൽ 2 സൈഡിലും കുറച്ച് ഫ്രിഞ്ചസ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഫ്രിഞ്ചസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് ആദ്യം നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. അളവ് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്.
അപ്പോൾ ഇതിൽ നമ്മൾ എഡ്ജസ് ഇനി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ എഡ്ജസ് കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, എഡ്ജിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. കാരണം ആ ഒരു പോർഷനിൽ മാത്രം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. കാരണം അവിടെ നിന്നാണ് ത്രെഡ് പിരിഞ്ഞ് വരിക. അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാ ത്രെഡിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്ജസ് കറക്റ്റായിട്ട് കിട്ടും, ലൂസ് ആവാതെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഇഷ്ടമാണ്, അങ്ങനെ ആ പിരിഞ്ഞ് വരുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാ ത്രെഡിലും 2 സൈഡിലായിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ബാഗ് ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ ലൈനിങ്ങോ സിബൊക്കെ കൊടുക്കാം, മാഗ്നറ്റൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ബുക്കിൻ്റെ സൈസുള്ളൊരു ബാഗാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ടാബൊക്കെ ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു പിന്നെ സ്ലിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്ലിങ് വേണ്ട, ജസ്റ്റ് കയ്യിൽ മാത്രം വെച്ചാൽ മതി, അങ്ങനെ മതി. 2 രീതിയിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്